പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മുമ്പത്തെ വീഡിയോയുടെ ഒരു സെക്കൻഡ് പാർട്ടായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാർട്ട് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. ആ ഒരു വീഡിയോയിൽ നമ്മൾ ഒരു ഡ്രസ്സിലേക്ക് മാച്ചായിട്ട് നമുക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്ന ഹെയർ ബാൻഡിൻ്റെയും അതുപോലെ അലിഗേറ്റർ ക്ലിപ്പിൻ്റെയും മേക്കിംഗ് വീഡിയോ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മൾ ആ ഒരു സെയിം ഡ്രസ്സിലേക്ക് തന്നെ ഒരു മാലയും അതുപോലെ ബ്രേസ്ലെറ്റും ഓർഡർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. ഈ ഒരു ബീഡ്സാണ് നമ്മൾ ബ്രേസ്ലെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഏകദേശം നമ്മുടെ ഡ്രസ്സിനോട് മാച്ചായിട്ട് വരുന്നൊരു കളറാണ്. വൈറ്റും ഒരു വയലറ്റും കൂടെ മിക്സ് ആയിട്ട് വരുന്ന കളറാണ്. ഇനി നമ്മളൊരു ഐ പിൻ എടുത്തിട്ടുണ്ട്, പിന്നെ ഈ ഒരു ടൂൾ എടുത്തിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്യാനും അതുപോലെ അറ്റം വളച്ച് കൊടുക്കാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു ടൂള്. നമ്മുടെ മുൻപത്തെ വീഡിയോയിൽ ഈ ഒരു ടൂള് കണ്ടിട്ട് ഒരാൾ ഇത് നമ്മുടെ നോർമൽ കട്ടിംഗ് പ്ലെയർ ആണെന്ന് വിചാരിച്ചിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് ജ്വല്ലറി മേക്കിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൂൾ തന്നെയാണ്. 3 കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണിത്. ഇനി നമ്മളൊരു ഐ പിൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലൂടെ ഈ ഒരു ബീഡ്സിനെ അതുപോലെ കോർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഒരു ഐ പിന്നിന് ഇതുപോലെ ഒന്ന് പുറകു വശത്തേക്ക് വളച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതുപോലെ ഒന്ന് മുൻവശത്തേക്ക് വളച്ചിട്ട് ഒരു റൗണ്ട് ഷേപ്പിലൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ വളച്ച് കൊടുക്കുമ്പോൾ ഇതിൽ അധികം വരുന്ന ആ ഭാഗം നമുക്ക് കുറച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഈ ഒരു ടൂളിൻ്റെ സെൻറ്റർ ഭാഗത്തൊരു കട്ടർ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗം ഇതുപോലെ നമ്മുടെ ബീഡ്സിനെ അടുത്തേക്ക് ഇതുപോലെ ഒന്ന് വളച്ചിട്ട് ആക്കി കൊടുക്കുകയാണ്. എന്നിട്ട് നല്ല രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഈ ഒരു രീതിയിൽ നല്ല റൗണ്ട് ഷേപ്പിലായിട്ട് കിട്ടും. ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ അടുത്തൊരു ഐ പിൻ എടുക്കുന്നുണ്ട്. അതിലും ഇതുപോലെ ബീഡ്സിനെ കോർത്തെടുക്കുന്നുണ്ട്. ശേഷം ഈ ഒരു ഭാഗം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒന്ന് വളച്ചെടുക്കുന്നുണ്ട്. അധികം വരുന്ന ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളൊന്ന് വളച്ചിട്ട് റൗണ്ട് ഷേപ്പിലാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തെടുത്തതിൻ്റെ ആ ഒരു റൗണ്ടിനുള്ളിലൂടെ ഇതിനെ ഇതുപോലെ ഒന്ന് കോർത്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ആ ഭാഗം ഈ ഒരു ടൂള് വെച്ചിട്ടൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഉള്ളിലേക്ക് വളച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിത് ഈ ഒരു രീതിയിൽ 2 ജോയിൻ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കണം. ഓരോ ലൈനായിട്ട് നമുക്ക് എത്ര നീളത്തിലാണോ ബ്രേസ്ലെറ്റ് വേണ്ടത് അതിനനുസരിച്ച് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത്രയും നീളത്തിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതൊരു ചെറിയ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയും നീളത്തിലാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ കുറച്ച് ജംപ് റിങ്സ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഒരു ബ്രേസ്ലെറ്റിൻ്റെ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു റൗണ്ടിനുള്ളിലൂടെ അതുപോലെ ഒന്ന് കോർത്തെടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ ജംപറിങ്ങിനെ ഓപ്പൺ ആക്കിയിട്ട് ഇതുപോലെ കോർത്തെടുത്തിട്ട് നമ്മൾ വീണ്ടും ജംപറിങ്ങിനെ ക്ലോസ് ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതുപോലെ നമുക്ക് ഈ ബ്രേസ്ലെറ്റിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെയിനായിട്ട് നിൽക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു ജംപറിങ്ങാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ നമുക്ക് എത്ര റിങ്ങാണോ വേണ്ടത് അതിനനുസരിച്ച് ജംപറിങ്സ് ഇതുപോലെ ഓരോന്നിനുള്ളിലൂടെ കോർത്തെടുത്തിട്ടൊന്ന് ചെയ്തെടുക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. നമ്മൾ ലോക്കായിട്ട് ഈ ഒരു ലോക്കാണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാനൊക്കെ എളുപ്പം. അപ്പോൾ നമ്മൾ ഈ ഒരു ലോക്ക് എടുത്തിട്ട് നമ്മുടെ ചെയ്തെടുത്ത ബീഡ്സിൻ്റെ ആ ഒരു റൗണ്ടിനുള്ളിലൂടെ, അതായത് ഐ പിന്നിൻ്റെ റൗണ്ടിനുള്ളിലൂടെ കോർത്തെടുക്കുന്നുണ്ട്. അടുത്ത വശത്തായിട്ട് ആ ചെയിനിൻ്റെ എൻഡിലായിട്ട് നമുക്ക് ഇതുപോലെയുള്ളൊരു ഗ്ലാസ് ബീഡ്സ് ഇട്ട് കൊടുക്കാം. ഒരു ബട്ടർഫ്ലൈ ഷേപ്പ് ബീഡ്സാണ്. അതിനെ നമ്മൾ ഈ ഒരു ടൈപ്പ് ഒരു വശം ഫ്ലാറ്റ് ആയിട്ടുള്ള ഈ ഒരു പിന്നിലൂടെ കോർത്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ അധികം വരുന്ന ഭാഗം കട്ട് ചെയ്തിട്ട് ഒന്ന് വളച്ചിട്ട് റൗണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനെ നമ്മൾ ആ ഒരു ചെയിനിൻ്റെ അറ്റത്തായിട്ട് ഇതുപോലെ ഒന്ന് കോർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഭാഗം നമ്മളൊന്ന് ക്ലോസ് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ഭാഗത്ത് നമ്മൾ ഇതുപോലെ ലോക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു വശത്ത് നമ്മൾ ജംപറിങ് കൊണ്ട് ചെയിനാക്കി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അറ്റത്ത് നമ്മൾ ഈ ഒരു ബീഡ്സും നമ്മുടെ ബട്ടർഫ്ലൈ ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബ്രേസ്ലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഒരു മാല കൂടെ ചെയ്തെടുക്കാം. അതിനായിട്ട് ഈ ഒരു സെയിം ബീഡ്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. മാല കോർത്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ നൂല്, അതായത് നമ്മൾ ഈർപ്പ എന്നൊക്കെ പറയില്ലേ, ആ ഒരു നൂലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ നമ്മുടെ ഗ്ലാസ് സീഡ് ബീഡ്സ് ചെറുത് ഇതുപോലെ കുറച്ച് കോർത്തെടുത്തിട്ടുണ്ട്. ഇത്ര നീളത്തിലാണ് കോർത്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ അടുത്തതായിട്ട് ഈ ഒരു വയലറ്റ് ബീഡ്സ് ഓരോന്നായിട്ട് കോർത്തെടുക്കുന്നുണ്ട്. ഓരോ വയലറ്റ് ബീഡ്സ് കോർത്തെടുത്തതിന് ശേഷവും നമ്മൾ ഇതുപോലെ ഒരു ഗ്ലാസ് ബീഡ്സ് അതുപോലെ കോർക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോ മുത്തുകളും മാറി മാറിയിട്ട് ഇടവിട്ടിട്ട് കോർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്.
ഒരു വെറൈറ്റി ആയിട്ട് ഇതുപോലെ കുറച്ച് മുത്തുകൾ കുറച്ച് ഡിസ്റ്റൻസിൽ ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഇടയിൽ ഗ്ലാസ് ബീഡ്സ് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഇരുന്നിട്ടുള്ളത്. ഇനി നമ്മൾ എത്ര നീളത്തിലാണോ വേണ്ടത് അതിനനുസരിച്ച് മുത്ത് കോർത്തതിന് ശേഷം ലാസ്റ്റിൽ നമ്മുടെ ഗ്ലാസ് ബീഡ്സ് സീഡ് ബീഡ് വീണ്ടും കോർത്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ലോക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെയുള്ളൊരു പിരിക്കണ ഈ ഒരു ലോക്കാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിന് നമ്മൾ ഈ ഒരു ലോക്കിൻ്റെ ബാക്ക് വശത്തിലൂടെ നൂലിനെ കോർത്തെടുക്കുന്നുണ്ട്. ശേഷം ഇതുപോലെ നല്ല രീതിയിലൊന്ന് ടൈറ്റാക്കി കെട്ടുന്നുണ്ട്. എന്നിട്ട് ബാക്കി ഭാഗം കട്ട് ചെയ്തിട്ടൊന്ന് ചൂടാക്കി ഉരുക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനെ നമ്മുടെ കെട്ടിനെ ലോക്കിനുള്ളിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് ഇതുപോലെ വലിച്ചിട്ട്. ഇനി നമുക്കിതിൻ്റെ അടുത്ത വശത്തും ഇതേപോലെ ആ ഒരു ലോക്കിൻ്റെ ഭാഗം കോർത്തെടുക്കണം. അതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഒരു സീഡ് ബീഡ്സ് രണ്ട് ഭാഗത്തും ഒരുപോലെ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ഭാഗത്ത് കോർത്തത് കുറച്ച് അധികം വന്നിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ ഊരി മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തും ഇതുപോലെ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മൾ ലോക്കിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ വളരെ സിമ്പിളായിട്ടൊരു മാലയും അതുപോലെ ബ്രേസ്ലെറ്റും ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്തെടുത്തിട്ടുള്ള ഹെയർ ബാൻഡാണിത്. ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ നമ്മുടെ മുമ്പത്തെ വീഡിയോയിലുണ്ട് കേട്ടോ, അതൊന്ന് കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ ഇത്രയായിരുന്നു നമുക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ മേക്കിംഗ് വീഡിയോകൾക്കായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യൂ.